ആരോഗ്യജാതകം അഥവാ ഹെൽത്ത് ഹൊറോസ്കോപ്പ്. ഇത് വിദൂരമായൊരു സ്വപ്നമായിരുന്നു 90കളിലെങ്കിൽ ഞാനൊക്കെ മെഡിസിനിൽ എത്തിയ സമയത്തും ഇത്തരത്തിലുള്ളൊരു കൺസെപ്റ്റിനെക്കുറിച്ച് നമുക്കധികം അറിവില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി നമുക്കെല്ലാവർക്കും അറിയാം, ജനറ്റിക് എൻജിനീയറിംഗ്, ജനറ്റിക് മോഡലിംഗ്, എപ്പിജനറ്റിക് അനാലിസിസ് ഇതെല്ലാം എത്തിച്ചേരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചർ, എൻ്റെ ഭാവി, എൻ്റെ ആരോഗ്യത്തിൻ്റെ ഭാവി എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും വലിയ ഒരു കാൽവയ്പ് കഴിഞ്ഞ 5 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ മുന്നിലുള്ളത്, ഡോക്ടർ സജീവ് നായർ. അദ്ദേഹം എപ്പിജനറ്റിക് അനാലിസിസിലെ ഏറ്റവും അതിസൂക്ഷ്മവും അതിശാസ്ത്രവുമായ അതിസാങ്കേതികവുമായ വിദ്യയിൽ എപ്പിലിമോ എന്ന ഒരു കൺസെപ്റ്റ് എത്തിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ആളാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് പയോനിയറിംഗ് എപ്പിജനറ്റിക് അനാലിസിസ് കഴിഞ്ഞ 5 വർഷമായി ഏകദേശം മോർ ദാൻ 10,000 ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുകയും അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനും കഴിഞ്ഞ അദ്ദേഹത്തോട് നമുക്ക് എപ്പിലിമോ അഥവാ ഹൊറോസ്കോപ്പ് ഓഫ് ഹെൽത്ത് എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. വെൽക്കം സർ. താങ്ക് യു ഡോക്ടർ സുജിത്. സർ, ഞാൻ ഒരു പ്രൊഫഷണലി ഒരു ഡോക്ടറാണെങ്കിൽ കൂടി ഇപ്പോഴും ഡോക്ടേഴ്സിന് പോലും എപ്പിലിമോ അല്ലെങ്കിൽ എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത് ഒരു കടിച്ചാൽ പൊട്ടാത്ത വാക്കാണ്. പക്ഷേ എന്നാലും എല്ലാവർക്കും ഇത് ആവശ്യമാണ് താൻ. ഫ്യൂച്ചർ ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഫ്യൂച്ചർ അതൊരു 2000കളിൽ അത്തരം ഒരു കൺസെപ്റ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് നമ്മുടെ കൈവിരൽ തുമ്പിലെത്തി നിൽക്കുകയാണ്. സാറിൻ്റെ ഒരു 10-15 വർഷമായിട്ടുള്ള ഈ ഒരു 15 വർഷത്തിന് മേളിലായി സാറിൻ്റെ ഒരു ഫീൽഡ് ഓഫ് വെൽനസ് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി തന്നെ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരാൻ സാറിന് എന്തായിരുന്നു അതിൻ്റെ ഒരു ഫയർ എന്ന് പറയുന്നത്? ഞാൻ ഡോക്ടർ സുജിത്തിന് ഏകദേശം അറിയാമല്ലോ, ഞാനൊരു ഏർലി 2000 തന്നെ ഈ വെൽനസ് ഇൻഡസ്ട്രിയുമായിട്ട് കണക്റ്റഡ് ആയതാണ്. വെൽനസ് ഇൻഡസ്ട്രിയായിട്ട് കണക്റ്റഡ് ആവുമെന്ന് പറയുമ്പോൾ മിക്ക ആൾക്കാരും വെൽനസ് ഇൻഡസ്ട്രിയായിട്ട് കണക്റ്റഡ് ആവുന്നത് നമ്മളെപ്പോൾ നോൺ ഡോക്ടേഴ്സ്, നോൺ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർ കണക്റ്റഡ് ആവുന്നത് കൂടുതലും സപ്ലിമെൻറ്റ്സിൽ കൂടെയോ സപ്ലിമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സിൽ കൂടെയോ അല്ലെങ്കിൽ ഫിറ്റ്നസ് രംഗത്തു കൂടിയൊക്കെ ആയിരിക്കും. ഇപ്പം ഞാൻ സപ്ലിമെൻറ്റ്സിൻ്റെ സെയിലിൽ കുറേ അധികം ഫോക്കസ് ചെയ്തിരുന്നു കുറേ കാലത്തേക്ക്. ആ സമയത്താണ് 2005 ഒരു US ട്രിപ്പിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ളൊരു ജിനോമിക് ടെസ്റ്റിംഗ് അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കിയതും അത് ചെയ്യാനൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ അതൊരു സിമ്പിൾ ടെസ്റ്റായിരുന്നു. സലൈവ വെച്ചിട്ട് ഒരു ml സലൈവ എടുത്ത് അതിൽ നിന്ന് നമുക്ക് ഏകദേശം കുറേ അധികം നമ്മളുടെ DNA ഡീകോഡ് ചെയ്ത് അതിൽ നിന്ന് കുറേ ഇൻഫർമേഷൻ എടുക്കുക. അന്ന് ഈ ഹ്യൂമൻ ജനോം പ്രോജക്റ്റ് എന്ന് പറയുന്നത് 2003 തുടങ്ങുന്നത്. 2005 എനിക്കിത് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത്. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ DNA-ക്കകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീനുകളിലുള്ള വേരിയൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ തരത്തിലുള്ള മ്യൂട്ടേഷൻസ് ഉണ്ട്, എന്ത് തരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അലർജിയല്ല, കൂടുതൽ ആൾക്കാരും പല ആൾക്കാരും ഇത് പറയുമ്പോൾ അലർജി ടെസ്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കുക. അതല്ല, ജനറ്റിക് ടെസ്റ്റിംഗ്. അപ്പോൾ അന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഞാനന്ന് കണ്ടമാനം എല്ലാ സപ്ലിമെൻറ്റും കിട്ടുന്നതൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അന്ന് ഫെറിറ്റിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിനെ കുറിച്ച് അന്ന് അവിടെ എന്നെ കൗൺസിൽ ചെയ്ത ഡോക്ടർ പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിനകത്തൊരു വളരെ പ്രിസൈസായി നമ്മുടെ ജെനറ്റിക്സിനെ ബേസ് ചെയ്ത് നമ്മളുടെ ന്യൂട്രീഷനെ കണക്ട് ചെയ്യണം എന്നുള്ളതെന്ന് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം നമ്മൾ വെൽനസ് രംഗത്ത് വീണ്ടും പ്രവർത്തിച്ചു. പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏത് സമയത്ത് നമുക്കിത് ഇന്ത്യയിൽ ശരിയായ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. 2019 ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു ജനറ്റിക് ലാബുമായിട്ട് ചേർന്നിട്ട് നമ്മൾ ഇത്തരത്തിലുള്ളൊരു പാനൽ ഡെവലപ്പ് ചെയ്തു. ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കോംപ്രിഹെൻസീവ് പാനൽ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര ഹെൽത്ത് കണ്ടീഷനുകളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്ര ജീൻ മാർക്കറുകൾ അല്ലെങ്കിൽ ജനറ്റിക് മാർക്കറുകൾ ടെസ്റ്റ് ചെയ്യുന്നു അറിയാമല്ലോ, ഡോക്ടർക്ക് അറിയാമല്ലോ. അപ്പോൾ അതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഒരു ml സലൈവ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് 275 ഹെൽത്ത് കണ്ടീഷൻസ് അല്ലെങ്കിൽ 275 ഹെൽത്ത് റിപ്പോർട്ട്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഏകദേശം എല്ലാം തന്നെ, അതായത് ഒരാൾക്ക് വരാൻ സാധ്യതയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണല്ലോ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതെല്ലാം തന്നെ ഹാർട്ട് ഡിസീസുകൾ, ബ്രെയിനുമായി ബന്ധപ്പെട്ട് അൽഷീമേഴ്സ്, പാർക്കിൻസൺസ്, അതേപോലെ അങ്ങോട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള ഡിസീസുകൾക്കും ലൈക്ലിഹുഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹയർ ചാൻസസ്, ഹയർ റിസ്ക് ജനറൽ പോപ്പുലേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹയർ റിസ്ക് ഉള്ള ഫാക്ടർ ഏതൊക്കെയാണ്, അതിന് അത്തരത്തിലുള്ള ജീൻ വേരിയൻറ്റ് നിങ്ങൾ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പേഴ്സണലൈസേഷൻ അല്ലെങ്കിൽ പ്രിസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണിത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ എൻ്റയർ ലൈഫ് സ്റ്റൈലിനെ മോഡിഫൈ ചെയ്തെടുക്കാം. അപ്പം ജെനറ്റിക്സ് എന്ന് പറയുമ്പോൾ ജീനിനകത്തുള്ളത് നമുക്ക് ജീനുകളെ മാറ്റാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ജീൻ എഡിറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും.
പക്ഷേ ജീനിന് പുറത്തുള്ളതിനാണല്ലോ എപ്പിജെനറ്റിക്സ് എന്ന് പറയുക, ജീനുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ. ഈ ഘടകങ്ങളാണ് ഏതെങ്കിലും ഒരു ജീനിനെ ഓൺ ആക്കുന്നത് ഓഫാക്കുന്നത്. അപ്പോൾ ഈ ഓൺ ആക്കുന്ന ഓഫാക്കുന്ന ഫാക്ടർ എന്താണ്, അല്ലെങ്കിൽ ഓൺ ആയിരിക്കാം അല്ലെങ്കിൽ ഓഫായിരിക്കാം, ഇതിനെ മാറ്റുന്ന ഫാക്ടർ എന്താണെന്നുള്ളത് കണ്ടെത്തുക. അതാണ് നമ്മൾ എപ്പിലിമോയിൽ കൂടെ ചെയ്യുന്നത്. ഈ നമ്മളുടെ ജനറ്റിക് ടെസ്റ്റിങ് ഇപ്പം നടക്കുന്ന മാർക്കറ്റിലുള്ള എപ്പിജെനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പോലും പറയാൻ പറ്റില്ല, ജനറ്റിക് ടെസ്റ്റിംഗ്. അപ്പോൾ ജനറ്റിക് ടെസ്റ്റിങ്ങിൽ നിന്ന് വിഭിന്നമായിട്ട് നമ്മൾ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് ചോദിച്ചത്, നമ്മൾ ഒരു പെർട്ടിക്കുലർ ജീൻ ഒരാളിലുണ്ട്, ഒരു ഡിസീസിലേക്ക് ലീഡ് ചെയ്യാവുന്ന ഒരു ജീൻ അയാളുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം വലിയ കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ഒരാളോട് പറയുകയാണ് നിങ്ങൾക്ക് അൽഷീമേഴ്സിലേക്ക് ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ജീനുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് അൽഷീമേഴ്സ് ഇല്ലാത്തതിന് കാരണം ആ ജീൻ ഇതുവരെ ഓൺ ആവാത്തതുകൊണ്ടാണ്. അത് ഓൺ എപ്പോഴാവുന്നോ അപ്പോൾ നിങ്ങൾക്ക് അൽഷീമേഴ്സ് ഉണ്ടാവാം. അപ്പം വ്യക്തിക്ക് അറിയേണ്ടത്, ആ കസ്റ്റമർക്ക് അറിയേണ്ട കാര്യം, ശരി മേ ബി എൻ്റെ ഗ്രാൻഡ് ഫാദറിനും അൽഷീമേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഞാനൊരു ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് ഓൺ ആകുമോ ഇല്ലയോ എന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ ഓൺ ആകുകയാണെങ്കിൽ എന്ത് കാരണം കൊണ്ട് ഓൺ ആവും, എപ്പോൾ ഓൺ ആവും, ഇത്രയാണല്ലോ നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ എൻ്റെ ഫാദർ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ആ ജീൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതിനുവേണ്ടി ഇപ്പോൾ ഒരു ജനറ്റിക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ മിക്കവാറും ഈ ജനറ്റിക് ടെസ്റ്റുകൾ പലപ്പോഴും പല ആൾക്കാരും അത് ഒരു കൊമേഴ്ഷ്യൽ ലെവലിൽ പരാജയപ്പെടാനുള്ള റീസൺ ആൾക്കാർക്ക് അറിയാൻ വലിയ താല്പര്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരാൻ പോകുന്നു ഞാൻ അറിഞ്ഞിട്ട് എന്ത് കാണിക്കാനാണ്? അസുഖങ്ങൾ അല്ല, അതിന് സൊല്യൂഷൻ കൂടെ കൊടുക്കാൻ പറ്റണം. നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ സക്സസ് ആയത് അവിടെയാണ്. നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി 2019 തന്നെ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 275 ഹെൽത്ത് കണ്ടീഷൻസിനെ നമ്മൾ അസസ് ചെയ്തിട്ട് റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഹയർ റിസ്ക് ഉള്ള എന്തൊക്കെ ജീനുകളുണ്ട് എന്നുള്ളതൊക്കെ അറിയാം. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനായിട്ട് അതിന് വേണ്ടി എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അവിടെ നമ്മൾ കുറേ കൂടി പ്രിസിഷനിലേക്ക് വന്നത്, നമ്മളിതിനെ കുറേ കൂടെ കോറിലേഷൻ കൊണ്ടുവന്നു. നമ്മളവരെ ഒരു വ്യക്തി ഇതിനകത്ത് ഈ പ്രോസസ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രസൻറ്റ് ഹെൽത്തും കൂടെ അസസ് ചെയ്ത ശേഷം ഇതിനെ തമ്മിലൊരു കോറിലേഷനിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ജീൻ ഉണ്ട്, ആ ജീൻ നിങ്ങളെ ഹയർ റിസ്ക്, ഇന്ന പെർട്ടിക്കുലർ ഹയർ റിസ്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, ഇന്ന അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ ജീൻ ഇപ്പോൾ ഓഫാണ്. ഓക്കെ, ഈ ജീൻ ഓൺ ആവാൻ സാധ്യതയുണ്ട് ഉള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതിനെ നമ്മൾ ട്രിഗർ എന്ന് പറയുന്നു. അതെ, എന്താണ് ഈ ജീനിനെ ഓൺ ആക്കാൻ പറ്റുന്നത്? അപ്പോൾ അതിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ജീനും അവിടെ ഉണ്ടായെന്ന് പറയാം, അയാളുടെ ശരീരത്തിന് ഉണ്ടായെന്ന് വരാം. അത് നമ്മൾ കോറിലേറ്റ് ചെയ്യുന്നു. അങ്ങനെ അൾട്ടിമേറ്റ്ലി ഏതൊരു ഘടകമാണോ, ഏതൊരു ട്രിഗറാണോ ഈ ജീനിനെ ഓൺ ആക്കുക എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഈ ട്രിഗറിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതാണ് എപ്പിജെനറ്റിക്സ്. ആ ട്രിഗർ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്നതാണ്. അത് നമ്മുടെ ഭക്ഷണക്രമമാവാം. ഭക്ഷണക്രമം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ നിശ്ചയമായിട്ടും കഴിക്കേണ്ട കാര്യങ്ങൾ, എക്സസൈസ്. 40 വയസ്സിലെ ആൾക്കാർ ജിമ്മിൽ കൊളാപ്സ് ചെയ്ത് മരിക്കുന്നു, ഫിറ്റായിട്ടുള്ള ആൾക്കാർ, നല്ല ഫിറ്റും എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർ. എന്തുകൊണ്ട്? കാരണം അവരുടെ ജനറ്റിക് അനാലിസിസ് നടത്തി നോക്കി അറിയാൻ പറ്റും. ഒരുപക്ഷെ അവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് എക്സസൈസ് അവർക്ക് പറ്റുന്നാവില്ല. കീറ്റോ ഡയറ്റിൽ പ്രോഗ്രാമിൽ എൻറോൾ ചെയ്ത ശേഷം പല ആൾക്കാർക്കും റിസൾട്ട് കിട്ടുന്നുണ്ട്. ചില ആൾക്കാർ കിഡ്നി അടിച്ച് പോകുന്നില്ല, ഡോക്ടർക്ക് അറിഞ്ഞൂടെ എന്തുകൊണ്ട് പറ്റുന്നില്ല? കാരണം ഫാറ്റ് മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജീൻ അവരിൽ ഇമ്പയർഡ് ആയിരിക്കും. അവർക്ക് ഹൈ ഫാറ്റ് ഡയറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും. സോ എപ്ലിമോയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ആ ട്രിഗർ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഈ ട്രിഗറിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇതൊരു എക്സലൻ്റ് ആണ്. കാരണം ഇന്നലെ എൻ്റെ ഒ.പിയിൽ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. പുള്ളി മലയാളിയാണ്. പുള്ളി തമിഴ്നാട്ടിൽ നിന്ന് ഒരു എപ്പിജെനറ്റിക് ടെസ്റ്റ് ചെയ്തു. ഓക്കെ, ജനറ്റിക് ടെസ്റ്റ് ഇവിടെ ഇല്ല. ജനറ്റിക് ടെസ്റ്റ് ചെയ്തു. ഇത് പുള്ളി ചെയ്തിട്ട് പുള്ളിയുടെ തലയണയുടെ അടിയിൽ വെച്ചിരിക്കുകയാണ്. 6 വർഷമായി. കാരണം പുള്ളി യാദൃശ്ചികമായിട്ട് നമ്മുടെ ബയോഹാക് സെൻറ്ററിൽ വന്നപ്പോൾ പുള്ളി ഇങ്ങനെ പറയുകയാണ്, ഞാൻ ഈ ജനറ്റിക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിവിടെ വച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 50,000 രൂപ കോസ്റ്റാണ് അന്ന് ആ ഒരു സമയത്ത് പോലും അവരെ ചെയ്ത്. 50,000 റുപ്പീസാണ് ഇത്. പക്ഷേ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെയാണ് എനിക്ക് തോന്നുന്നു എപ്പിലിമോയ്ക്ക് എന്തെങ്കിലും മറ്റ് ഡയമെൻഷൻസ് യൂസ്ഫുൾ. കാരണം ഇപ്പോഴും ആൾക്കാർക്ക്, ഇപ്പോൾ സാറ് പറഞ്ഞു തന്നൊരു ചെറിയൊരു വ്യത്യാസം ഞാൻ കാണുന്നു വെച്ചാൽ, ഡെഫിനറ്റ്ലി എനിക്ക് എന്തൊക്കെ രോഗങ്ങൾക്ക് പോസിബിലിറ്റീസ് ഉണ്ടെന്നും അതെനിക്ക് തടയിടാൻ കഴിയുമെങ്കിൽ ഡെഫിനറ്റ്ലി പീപ്പിൾ ആർ റെഡി ടു ഇറ്റ്. പക്ഷെ പലപ്പോഴും സൊല്യൂഷൻ കൊടുക്കാൻ പറ്റാതെ ടെസ്റ്റ് ചെയ്യുന്നു.
ഈ നമ്മൾ പച്ചമല അറിഞ്ചും പുറിഞ്ചും ടെസ്റ്റ് ചെയ്യുന്നു. ഈ ടെസ്റ്റ് ചെയ്യുന്ന മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ പൈസ മേടിക്കുന്നു, മറ്റൊരു സർവീസിലേക്ക് എത്താതാകുമ്പോൾ, കാരണം ഇപ്പോൾ പല ജനറ്റിക് ടെസ്റ്റുകളുടെയും കമ്മിറ്റ്മെൻറ്റ് അത്രയേ ഉള്ളൂ, ഡൂ ദ ടെസ്റ്റ്, എന്നിട്ട് അവർ താഴെ ഡിസ്ക്ലൈമർ ചെയ്യുന്നുണ്ട്, വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ സോ ആൻഡ് സോ എന്നും കൂടെ വരുമ്പോഴത്തേക്കും പലപ്പോഴും എപ്പിജനറ്റിക്കിൻ്റെ ഒക്കെ ഒരു ജനറ്റിക്സിൽ ഇപ്പോൾ കാണുന്ന, ഇന്ത്യയിൽ ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഗ്ലോബലി കാണുന്ന US-ലെ 1-2 കമ്പനീസ് മാത്രമാണ് കുറച്ചെങ്കിലും ഒരു എക്സ്റ്റെൻഡഡ് സപ്പോർട്ട് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് എപ്പിലിമോയ്ക്ക് ആ പാത്വേ ആണെന്ന് തോന്നുന്നു. യു ആർ ലീഡിങ് ഇൻ ദാറ്റ്. അത് തന്നെയാണ് നമ്മൾ ഇത്ര സക്സസ്ഫുൾ ആവാനുള്ള റീസൺ. കാരണം നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത് ഈ റിപ്പോർട്ട് ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട്, കാരണം ഇത് ഒരു ഡു ഇറ്റ് യുവർ സെൽഫ് ആണല്ലോ. ബേസിക്കലി നമ്മുടെ ഒരു കിറ്റ് അയച്ചു കൊടുക്കുന്നു, അതിനൊന്നൊരു 2 ml സലൈവ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനറ്റിക് ലാബിൽ വന്ന് നമ്മൾ DNA ഡീകോഡ് ചെയ്യുന്നു, അതിനുള്ള ഇൻഫർമേഷനെ ബേസ് ഉണ്ടാക്കുന്ന റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് കൊടുക്കാൻ ഏത് ജനറ്റിക് ലാബിനും സാധിക്കും. അതിനകത്ത് വലിയൊരു റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല, ഇത്രയും സയൻസ് അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അത് കിട്ടിയ ശേഷം എനിക്ക് ക്യാൻസർ, കോളോറക്ടൽ ക്യാൻസറിനുള്ള ഹയർ റിസ്ക് ഉണ്ടെന്ന് കണ്ടിട്ട് ഒരാളുടെ ഉറക്കം പോലേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് വേണ്ടുന്നത്, ഓക്കെ എനിക്ക് കോളോറക്ടൽ ക്യാൻസറിനുള്ള ഹൈ റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ആ തരത്തിലുള്ളൊരു ജീൻ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ജീൻ വേരിയൻ്റ് എൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ ആ ജീൻ വേരിയൻ്റ് ഓഫാണിപ്പോൾ. അതുകൊണ്ടാണ് ഇതില്ലാത്തത്. ഇപ്പോൾ അസുഖമില്ലല്ലോ. അതെ. ഇത് ഓണാവുന്ന എപ്പോഴാണെന്നുള്ള, ഓണാവുന്ന ഫാക്ടർ എന്താണെന്നുള്ളത് കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളത്, അവിടെയാണ് നമ്മുടെ എക്സ്പെർട്ടൈസ് വന്നത്. എക്സലന്റ്. അപ്പോൾ ആ ഓണാവുന്ന ഫാക്ടറിനെ കണ്ടെത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ എക്സാമ്പിൾ, ഡോക്ടർ സുജിത്തിന് അറിയാവുന്ന കേസ് തന്നെയാണ്, എങ്കിൽ പോലും മറ്റുള്ള ആൾക്കാരുടെ ബെനിഫിറ്റിന് വേണ്ടി ഞാൻ പറയാം. എൻ്റെ എപ്ലിമോ പ്രോഗ്രാമിൽ നമ്മൾ എൻറോൾ ചെയ്ത ശേഷം നോക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ കൊറോണറി ആർട്ടറി ഡിസീസിലേക്ക് ലീഡ് ചെയ്യാവുന്ന ജനറ്റിക് വേരിയൻ്റ് ഉണ്ട്, ജീൻ വേരിയൻ്റ് ഉണ്ട്. അത് കണ്ടെത്താൻ ജനറ്റിക് ടെസ്റ്റിൻ്റെ ആവശ്യമില്ലാന്ന് ഞാൻ പറയാം. എൻ്റെ അച്ഛൻ്റെയും ഒക്കെ ചരിത്രം നോക്കിയാൽ മതി. പക്ഷേ നമ്മളെന്താ കണ്ടെത്തിയത്? നമ്മൾ കണ്ടെത്തിയത് കോറിലേഷൻസാണ്. കാരണം കൊറോണറി ആർട്ടറി ഡിസീസിലേക്ക് പോകാൻ സാധ്യതയുള്ള കൂടുതൽ ആൾക്കാരിലും ഹോമോസിസ്റ്റിൻ ലെവൽ ഹൈ ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ജീനുകളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആ ജീനുണ്ട്, ഏത് ഹോമോസിസ്റ്റിൻ്റെ ലെവൽ ഹയർ ആക്കി നിർത്താൻ പറ്റുന്ന ജീനുണ്ട്. സോ എനിക്ക് തരുന്ന റെക്കമെൻഡേഷൻ എന്താണ്? ഹോമോസിസ്റ്റിൻ ലെവൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതൊരു ലെവലിന് മുകളിലേക്ക് പോകാതെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് എനിക്ക് തരുന്ന ഒരു റെക്കമെൻഡേഷൻ. അപ്പോൾ ഒരു 1 in 3 months ഞാൻ ഹോമോസിസ്റ്റിൻ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ലെവല് കറക്റ്റാണെന്നുള്ളത് ഞാൻ എൻഷുർ ചെയ്യാൻ സാധിക്കും. കാരണം എൻ്റെ ഉള്ള ജീനുണ്ട്. ഈ ജീൻ ഓണാണോ ഇല്ലയോ എന്ന് എനിക്കറിയണം. ഈ ജീനിനെ ഓണാക്കുന്നത് എന്താണെന്നുള്ളതാണ് പിന്നെ അടുത്ത ഫാക്ടർ. അത് പലപ്പോഴും ഒന്നുകിൽ ഏതെങ്കിലും പർട്ടിക്കുലർ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസിയോ ആവാം, ചില കേസുകളിൽ വേറെ കാരണങ്ങളും ഉണ്ടാവാം. പലപ്പോഴും ഇവിടെ കാണാറുള്ളത് B9-ൻ്റെയോ B6-ൻ്റെയോ B12-ൻ്റെയോ ഡെഫിഷ്യൻസിയാണ്. അതാണല്ലോ ഏറ്റവും കൂടുതൽ നിങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഏരിയ അത് തന്നെയാണല്ലോ. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒന്നാവാം, എല്ലാം ആവണമെന്നില്ല. അപ്പോൾ എൻ്റെ കേസ് നോക്കുമ്പം ജനറ്റിക്കലി എനിക്ക് ലോവർ കോൺസെൻട്രേഷൻ ഓഫ് B9 ആണ്. അപ്പോൾ അവിടെ വളരെ ക്ലിയർ റെക്കമെൻഡേഷനാണ്. ഒരു 1 in 3 months ഹോമോസിസ്റ്റിൻ ലെവലൊന്ന് ടെസ്റ്റ് ചെയ്യുക. ഇത് ഷൂട്ടപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു മിഥൈൽ ഫോളേറ്റ് സപ്ലിമെൻറ്റേഷൻ കുറച്ച് നാളത്തേക്ക് എടുക്കുക, അതിനെ കൺട്രോൾ ചെയ്ത് താഴെ കൊണ്ട് നിർത്തുക. സോ അപ്പോൾ മറ്റേ നമ്മുടെ വില്ലൻ ജീൻ ഉണരാതെ നമുക്കവനെ അവിടെ ഇരുത്തിക്കൊണ്ടിരിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നമുക്ക് ഓരോ എന്താ പറയുക ഡെഡ്ലി ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻ്റെയും ട്രിഗറുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ ട്രിഗറുകളെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ പ്ലസ്. എപ്പിലിമോയുടെ ഞാൻ റിപ്പോർട്ട്സ് ഒത്തിരി കണ്ടതിൽ എനിക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റിയത്, ഒരു സാധാരണ ലേമാന്, ഒരു ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന ഏതൊരു ലേമാനും ഈ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട ഐഡിയ കിട്ടുന്നുണ്ട്. അല്ലാതെ വെറുതെ QRS SRP എന്ന ജീൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമല്ല, സർട്ടൂൻസ് അങ്ങനത്തെ ഒന്നുമല്ല. ഇതിൽ ഒരു നല്ല ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഇതൊരു 5 വർഷം മുമ്പ് ഈ ഒരു മെത്തേഡിലേക്ക് ജനറ്റിക്സ് എന്ന് പറഞ്ഞത് ഇന്നും ഡോക്ടേഴ്സിന് പോലും കയ്യെത്തും ദൂരത്താണ് അല്ല, അത് വിദൂരമായൊരു സംഭവമാണ് ഇപ്പോഴും ജനറ്റിക്സും പക്ഷെ അപ്പോൾ പോലും ഇത്രയും ഈസി ആയിട്ട്, അതാണ് ഒരു ബാലരമയിലെ ഒരു പുസ്തകം താള് മറിച്ച് വായിക്കുന്ന പോലെ മനോഹരമായ ഡിസൈൻസും ഒരു ഇൻ്റർപ്രിട്ടേഷൻസുമായിട്ട് എത്താൻ താങ്കളൊരു ജനറ്റിക് ഫീൽഡിൽ നിന്ന് വന്ന ആൾ അല്ലെങ്കിൽ കൂടി ആ ഒരു വിഷണറിയിലേക്ക് ഇത്തരം ഈസി ആയിട്ട് ഒരു ഉമിനീരെടുത്തിട്ട് ഒരാളുടെ ഭാവി, ഒരു ആരോഗ്യത്തിൻ്റെ ഭാവിയെ ചിത്രകഥാ രൂപത്തിൽ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം വളരെ ബ്യൂട്ടിഫുൾ ഡിസൈനാണ്. അതിനകത്ത് ഹൈ റിസ്കിൻ്റെ ഇങ്ങനെ ചെയ്തു വെക്കാനുള്ള ഒരു വിഷണറി അതെന്തായിരുന്നു? അല്ല, ഇപ്പോഴും കേരളത്തിൽ എപ്പിജനറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിയാണോ എന്നൊരു കൺഫ്യൂഷൻ ഉള്ള ഒരാളാണ്. ഞാൻ ഈ ജനറ്റിക് ടെസ്റ്റിങ് മനസ്സിലാക്കിയെങ്കിലും
ഒത്തിരിയധികം എന്നെ ഇൻസ്പയർ ചെയ്ത ചില സ്റ്റോറികളുണ്ടായിരുന്നു. അതായത് ഒന്ന്, ഈ ഡെത്ത് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഓക്കെ. അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ബൈ 2045 2045 ഡെത്ത് ഓപ്ഷണലാവുമെന്നാണ് പറയുന്നത്. എക്സലന്റ്. അപ്പോൾ എന്ന് പറയുമ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ വാനിഷ് ചെയ്യും 2045 അപ്പോൾ ഇത് ഭയങ്കര ക്യൂരിയോസിറ്റി കൂട്ടി. അതിന് പ്രധാനപ്പെട്ട റീസണായിട്ട് അവർ പറയുന്നത്, നമ്മളുടെ ഇത്തരത്തിലുള്ള ജനറ്റിക് അല്ലെങ്കിൽ എപ്പിജനറ്റിക് പ്രോഗ്രാമുകളിലൂടെ നമുക്ക് വരാൻ സാധ്യതയുള്ള റിസ്ക്കുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെ മുൻകൂട്ടി മനസ്സിലാക്കുകയും അതിൻ്റെ ട്രിഗറുകളെ സ്റ്റോപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ അത് തന്നെ മതിയല്ലോ ഒരു ലൈഫ് കൂടുതൽ കാലം ജീവിക്കുന്നതിന്. ഇപ്പം അടുത്തിടയ്ക്ക് വളരെ വൈറലായ ഒരു സ്റ്റോറി വന്നില്ലേ, എന്തോ ഒരു കപ്പിള്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് 150 വർഷം വരെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവർക്ക് എന്തുകൊണ്ട് ധൈര്യത്തോട് പറയാൻ പറ്റുന്നത് ചോദിച്ചാൽ, എനിക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഞാനിത് ഇത്തരത്തിലുള്ള പല റിപ്പോർട്ടുകളും ഒരു 2016-17 പീരീഡിലൊക്കെ ഞാൻ വായിക്കുന്ന സമയത്ത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ആക്ച്വലി ഇത് വരാൻ പോകുന്ന ഫ്യൂച്ചറാണെന്നുള്ളത് വളരെ ക്ലിയറാണ്. പക്ഷേ നേരത്തെ ഡോക്ടർ സുജിത്ത് പറഞ്ഞ പോലെ ഈവൻ മെഡിക്കൽ സയൻസിലുള്ളവർ പോലും ഇതിലേക്ക് ഡീപ്പർ ലെവലിൽ ഇറങ്ങി നോക്കിയിട്ടില്ല. സത്യമാണ്. അതാണല്ല, അവർക്ക് അറിയാൻ വയ്യാത്തതോ അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ പ്രയാസമുള്ള കാര്യമൊന്നും അതിലേക്ക് പോയിട്ടില്ല. ഇതിലേക്ക് ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ കൂടി ഇതിൽ ഒരു പാർട്ട് കംപ്ലീറ്റ് മെഡിസിനുമായിട്ട് റിലേറ്റ് ചെയ്താണ്. സത്യത്തിൽ അതൊരു ഒരു ഒരു MBBS ഡോക്ടർ അത് കൺസൾട്ട് ചെയ്യുമ്പോൾ ഈ റിപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് എത്ര സുതാര്യമായിട്ട്, കാരണം അതിനകത്ത് ഒരു റിപ്പോർട്ട്സിനകത്ത് ആസ്പിരിൻ്റെ മെഡിസിനെ കുറിച്ച് പറയുന്നുണ്ട്, അങ്ങനെ ഒത്തിരി മെഡിസിനാണ് വർക്ക് ചെയ്യുന്നത്, ഏത് മെഡിസിൻ വർക്ക് ചെയ്യില്ല, അങ്ങനെ ഇവർ കീമോതെറാപ്പിയുടെ പോലും അതിനകത്ത് വരുന്നുണ്ട്, ടാമോക്സിഫാൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നൊക്കെയുള്ള ചില ക്വസ്റ്റ്യൻസ് കൂടി വരുന്നുണ്ട്. യെസ് പ്ലീസ് കണ്ടിന്യൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ആ ഒരു പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ഇതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആൾക്കാർ കൂടുതൽ കാലം ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ 80-കളിൽ 48 വയസ്സൊക്കെ ആയിരുന്നു ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി, എന്തെങ്കിലും ഇന്നിപ്പോൾ 72-74 മറ്റായി ഇന്ത്യയിൽ. അപ്പോൾ ഇപ്പോൾ ആൾക്കാരുടെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് കൂടുതൽ ആരോഗ്യത്തോടുകൂടി കൂടുതൽ കാലം ജീവിക്കുക എന്നുള്ളത്. അത്രേ ഉള്ളൂ. അപ്പോൾ അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ക്രിട്ടിക്കലായിട്ടൊരു ഏരിയയാണ്. പിന്നെ ആർക്കും ഹോസ്പിറ്റലിൽ പോകാൻ താല്പര്യമില്ലല്ലോ. ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഫാക്ടർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ മനുഷ്യനെ ആ തരത്തിൽ അവരുടെ അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുന്ന തരത്തിൽ അവരെ സഹായിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു ഇൻ്റർവെൻഷൻ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഇതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്തതും ഇതൊരു പ്രോഗ്രാമായിട്ട് ഡെവലപ്പ് ചെയ്തതും ഇത് മാർക്കറ്റിലേക്ക് റോൾ ഔട്ട് ചെയ്തതും വളരെയധികം എഡ്യൂക്കേറ്റീവായിട്ട്, ഇപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഇത് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്തതും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജനറ്റിക് കൗൺസിലേഴ്സും ഹെൽത്ത് കോച്ചസിനെയൊക്കെ നമ്മൾ ബിൽഡ് ചെയ്തത് ഈ ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അൾട്ടിമേറ്റ്ലി ഉദ്ദേശം ഒരാൾക്ക് എങ്ങനെ 100 വയസ്സ് വരെ ആരോഗ്യത്തോടുകൂടി, 100 വയസ്സോ അതിനും അപ്പുറത്തേക്കോ ആരോഗ്യത്തോടുകൂടിയും പ്രൊഡക്ടിവിറ്റിയോടുകൂടിയും ജീവിക്കാൻ സാധിക്കും എന്ന് ഉള്ള ഒരു തോട്ട് പ്രോസസ്സിൽ നിന്ന് തന്നെ വന്ന ഒരു സൊല്യൂഷനാണിത്. ഓക്കെ, ഗ്രേറ്റ്. ഇതിൽ മറ്റൊരു സവിശേഷതയായിട്ട് ഞാൻ കാണുന്നത്, ഇപ്പോൾ ഒരു വർഷത്തെ വൈഫൈയുടെ കാശ് പോലും ആവുന്നില്ല ഈ എപ്പിജെനറ്റിക്. അത്രയ്ക്ക് താങ്കൾ ഇതിനെ കൊണ്ടുവന്ന് മാർക്കറ്റിലേക്ക് എത്തിച്ചു. നമ്മുടെ ജിയോക്കാർ മറ്റേ പ്ലാനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ. കാരണം അതോടുകൂടി പല ജനറ്റിക് എക്സ്പേർട്ടുകളും താങ്കളുടെ ശത്രുക്കളായി മാറിയിട്ടെന്നല്ല. കാരണം ഇത്രയും വളരെ ചീപ്പായിട്ട് ഒരു ജനറ്റിക് അനാലിസിസ് കൊടുക്കുക എന്നുള്ള ഒരു സംഭവത്തിലേക്ക്, ചീപ്പെന്ന് മാത്രമല്ല അതിനെ ഒരു ബാക്കപ്പ് കൂടെ കൊടുക്കുന്നുണ്ട്, അവർക്കൊരു കോച്ചിനെ കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒത്തിരി പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാംസ് എങ്ങനെയാണ് ഒരു ജനറ്റിക് ടെസ്റ്റ് ചെയ്തു, ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് അറിയാവുന്ന ആളല്ലെങ്കിൽ കൂടി അയാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് എന്തൊക്കെ ജീവിതശൈലി രോഗങ്ങൾ അദ്ദേഹത്തിന് എത്തിപ്പെടാം എന്നുള്ള ഒരു കാര്യവും അതിൻ്റെ ട്രിഗർ ഇന്നതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ താങ്കളുടെ പേഷ്യൻ്റായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളുണ്ട്, ഇദ്ദേഹം വളരെ ഒരു സാധാരണ ലേമാനാണ്. അദ്ദേഹം പറയുന്നത്, എനിക്ക് എപ്പിജനറ്റിക് അനാലിസിസ് കൂടി എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്താൻ കഴിഞ്ഞെന്നും 50 വയസ്സിന് ശേഷമാണ് പുള്ളി ബിസിനസ്സിൽ വളരെയധികം ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ പുള്ളിയെ പുള്ളി പറയുന്നുണ്ട് ഹീസ് അറൗണ്ട് 60+ അല്ലേ കാണും. പക്ഷേ പുള്ളി ഇപ്പോഴും പുതിയ അച്ചീവ്മെൻറ്റ്സും ടാർഗറ്റും ചെയ്യുന്നത്, പുള്ളി പറയുന്നത് എനിക്ക് ജീവിതത്തിൽ അസുഖം വരും അല്ലെങ്കിൽ ക്യാൻസർ വരും എന്ന് എനിക്ക് ഭയമില്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് കോൺഫിഡൻസിലേക്ക് നിങ്ങളുടെ എപ്പിലിമോ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ആ ഒരു ഇൻഫ്ലുവൻസിലേക്ക് എത്തിക്കാൻ ഒരു സാധാരണക്കാരന് എപ്പിലിമോയുടെ ബാക്കെൻസ് എത്രത്തോളം സപ്പോർട്ട് ചെയ്യും? അതായത് ഒരു 45-50 വയസ്സൊരാൾ, അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ലേ സിമ്പിളായിട്ട് പറയും, ഒരു വർഷത്തെ വൈഫൈയുടെ കോസ്റ്റ് പോലും ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ്. ഒരു 1500-2000 രൂപ വെച്ച് ഒരു മാസത്തെ ഇതുപോലും ഈ പറഞ്ഞ സാധനത്തിന് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള
ഒരു ടെസ്റ്റ് ചെയ്യുന്നത് വഴി ഒരു 45-50 ഇയേഴ്സിൽ ഒരു ആസ്പിറേഷൻ ലെവലിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക്, അതായത് എനിക്ക് ഇനിയും ബിസിനസ്സിൽ ഗ്രോ ചെയ്യണം, എനിക്ക് ഇനിയും ബിസിനസ് ബിൽഡ് ചെയ്യണം, എനിക്ക് ഫാമിലിയായിട്ട് എക്സ്പാൻഡ് ചെയ്യണം, ആ സമയത്ത് ഒരു പ്രമേഹവും ഹാർട്ട് അറ്റാക്കും വരുന്നതാണ് ഇവിടെ കാണുന്നത്. കാരണം 1500 പേരാണ് ഒരു ദിവസം ഇന്ത്യയിൽ ഹൃദ്രോഗം വന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വെറും കെയർലെസ്നെസ്സും കൂടിക്കൊണ്ട് വേണം വിചാരിക്കാം. അവിടെ വിധി എന്ന് പറഞ്ഞൊരു സാധനത്തെ പഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് നമ്മൾ സയൻസാണ്, നമ്മൾ ഡോക്ടേഴ്സാണ്. അപ്പോൾ വിധിയെക്കുറിച്ച് നമ്മൾ പഴിച്ചിട്ട് കാര്യമില്ല. ഇത്രത്തോളം അഡ്വാൻസ്ഡ് ടെക്നിക്കിലേക്ക് മാറി. അവിടെ ഒരു 40-45 ഉള്ള ആൾ എത്രത്തോളം ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ വിശ്വസിക്കാമെന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഇതിൽ ബേസിക്കായിട്ട് കോസ്റ്റ് ഫാക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനെപ്പോഴും വിശ്വസിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വെൽനസ് ഈസ് ഓൾവേസ് ചീപ്പർ ദാൻ ഇൽനസ് എന്നാണ്. അതെ അതെ ഡെഫിനറ്റ്ലി. കാരണം ഹോസ്പിറ്റലിൽ പോയ ശേഷം നിങ്ങൾക്ക് യാതൊരു ഓപ്ഷൻസും ഇല്ല. അതെ അതെ. അവിടെ പോയിട്ട് ഇപ്പം നമുക്ക് ഒരു പ്രിവെൻറ്റീവ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ വേണമെന്ന് വെക്കാം, വേണ്ടെന്ന് വെക്കാം, നെഗോഷിയേറ്റ് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ആൻജിയോപ്ലാസ്റ്റിക് അകത്തോട്ട് കയറ്റി നിർത്തി കഴിഞ്ഞിട്ട് ഇവിടെ നെഗോഷിയേഷൻ നടക്കില്ല. അപ്പം നമ്മൾ പല ആൾക്കാരും മറന്നു പോകുന്നൊരു ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് വെൽനസ് ഈസ് ചീപ്പർ ദാൻ ഇൽനസ്. അതും ഇപ്പോൾ എപ്പിലിമോഡ് തന്നെ എടുക്കുകയാണെങ്കിൽ വൺ ടൈം കോസ്റ്റ്, വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരിക്കൽ മാത്രം ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ്. പക്ഷെ നോക്കൂ, ഇപ്പോൾ ഞാനിപ്പോൾ പറയാം, ഇപ്പം 1 ലക്ഷം രൂപയൊക്കെ എപ്പിജെനറ്റിക് ഉണ്ടായിരുന്ന സ്ഥലത്ത് താങ്കൾ അതിൻ്റെ പകുതി താഴെയിലേക്ക് അതിൻ്റെ പ്രൈസ് കൊണ്ടുവന്ന് ഇത്രയും പേരിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. സോ അത് ഒരു വയബിലിറ്റി എന്നുള്ളതിന് ഓപ്ഷൻ ഇല്ലെങ്കിൽ കൂടി അല്ല, വയബിലിറ്റിയുടെ അല്ല, അത് വയബിൾ ആവുന്നത് വോളിയത്തിലാണ്. വയബിലിറ്റിയൊക്കെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. എന്തായാലും ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി ഒരു 50% ഓഫ് ദി ഇന്ത്യൻ പോപ്പുലേഷനും അവരുടെ DNA ഡീകോഡ് ചെയ്ത് അവരുടെ ഇൻഫർമേഷൻ ഉണ്ടാവും. ഡെഫിനറ്റ്ലി അതിലേക്ക് വരും. ഇത് വലിയ ഹ്യൂജ് കോൺഗ്ലോമറേറ്റ്സ് പലരും ഇപ്പോൾ ഈ ജനറ്റിക് ടെസ്റ്റിംഗ് മേഖലയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. പക്ഷേ അവിടെയൊക്കെ ചെയ്യാൻ പോകുന്നത് ടെസ്റ്റ് ചെയ്യുന്നു, റിപ്പോർട്ട് കൊടുക്കുന്നു എന്ന് മാത്രം തീരുകയാണ് ചെയ്യുക. നമ്മളൊരു ടോട്ടൽ പ്രോഗ്രാം ഒരാൾക്ക് വേണ്ടി കൊടുക്കുകയും അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് അവരെ പോയിൻ്റ് എയിൽ നിന്ന് പോയിൻ്റ് ബിയിലേക്ക്, പോയിൻ്റ് എന്ന് പറയുന്നത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഡിസീസുകളില്ലാത്ത അവസ്ഥയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്ന പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും അഫോർഡബിലിറ്റി ഏറ്റവും കൂടുതൽ എൻഷുർ ചെയ്യുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ പല അത്ലറ്റ്സും, ഇപ്പോൾ ഓഷോ ജിമ്മി എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ ലേഡി, അവർ എപ്പിലിമോ അല്ലെങ്കിൽ ജനറ്റിക്കൽ മോഡിഫിക്കേഷൻസ് വഴി അവരുടെ ഫ്യൂച്ചർ ആസ്പിറേഷനെ കുറിച്ച് വന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഒരു 45-50 വയസ്സുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ ഒരു ഭയം ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ 10,000 രൂപ അല്ല 18,000-20,000 രൂപയാണ് ഒരു ആവറേജ് ഒരു 20,000 റുപ്പീസ് എങ്കിലും ഒരു ഇൻഷുറൻസിന്, ആവറേജ് ഇൻഷുറൻസിന് നമ്മളൊരു ചെറിയൊരു ന്യൂക്ലിയർ ഫാമിലി ചിലവാക്കുന്നുണ്ട്. അപ്പോഴും അസുഖം വന്നാൽ ഞാൻ പോയി പൈസ ചിലവാക്കുന്നു എന്നുള്ളതാണ്. അവിടെ കാശിനേക്കാളുപരി ഒരു 3-4 മാസം ഇവരുടെ പ്രൊഡക്റ്റീവ് ലൈഫ് മാറിക്കിട്ടുകയാണ്. പിന്നെ ട്രാക്കിലേക്ക് എത്താൻ പ്രയാസപ്പെടുക. അങ്ങനെയുള്ളവരിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏറ്റവും വലിയ തീം എന്ന് പറയുന്നത് വി റൂട്ട്സ്, നമ്മളുടെ കമ്പനിയുടെ ഏറ്റവും വലിയ തീം എന്ന് പറയുന്നത് തന്നെ ഹ്യൂമൻ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷനാണ്. അപ്പോൾ ഒരാളുടെ ഹ്യൂമൻ പെർഫോമൻസ്, അത് ആരും ആവട്ടെ, ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, ഫിലിം സ്റ്റാർ ആവട്ടെ, സ്പോർട്സ് പേഴ്സൺ ആവട്ടെ, എങ്ങനെ അവരുടെ പെർഫോമൻസിനെ എംപവർ ചെയ്യാം. ഇപ്പോൾ ഒരാൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ കേസ് തന്നെ 40-45 വയസ്സെന്ന് പറയുന്ന ഒരു നല്ല പ്രായമാണ്. കാരണം അവരുടെ ആദ്യത്തെ ഒരു 10-20 വർഷം അവരുടെ എഡ്യൂക്കേഷന് വേണ്ടി ചിലവഴിച്ചു. പിന്നീട് അതിന് ശേഷം ഒരു 10-20 വർഷം കൊണ്ട് അവർ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തു. ഇനിയാണ് അവർ ശരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ആ സമയത്താണ് എന്തെങ്കിലും ഒന്നും തലക്കടിക്കുന്നത്. ഡയബറ്റീസ് ഇപ്പോൾ വന്നു അൽഷിമേഴ്സ് വരെ 45 വന്നുകൊണ്ടിരിക്കുന്നത്. അത് ആ ഒരു സമയത്തിന് മുമ്പ് തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് പറ്റുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തിയാൽ, അത് ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആലോചിച്ച് നോക്കൂ. 50 വയസ്സിൽ ഇപ്പം ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. പല ആൾക്കാർക്ക് ഇന്നും അറിയാത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഡയബറ്റിക് ഒക്കെ വളരെ നോർമലായി. ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ കയറി ചെന്നാൽ തന്നെ മധുരം ഇട്ടാണോ, ആർക്കൊക്കെയാണ് മധുരം ഇടണ്ടേ എന്നൊക്കെ പറയുന്നത്. പണ്ട് ആർക്കൊക്കെ മധുരം ഇടണ്ടാത്തതെന്നായിരുന്നു, ഇപ്പോൾ ആർക്കൊക്കെ മധുരം ഇടണ്ടേ എന്നൊക്കെ. അപ്പോൾ ഡയബറ്റീസ് നോർമലായി, എല്ലാം നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാർ. ഒരാൾ ഡയബറ്റിക് ആയിക്കഴിഞ്ഞാൽ അയാൾ മരുന്ന് കഴിച്ച് മാനേജ് ചെയ്യാം, ഓക്കെ, ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷേ അയാൾക്ക് അതേ ആരോഗ്യവും അതേ എനർജിയും ഉണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ ഇത് പലർക്കും അറിയില്ല. അതാണ് ഈ പറഞ്ഞ ലിവിങ് ഷോർട്ട് ഡൈയിങ് ലോങ്. അത് ആരാണ് കൊണ്ടുവന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ പ്രിൻസിപ്പിൾ കറക്റ്റാണ്. ഡയബറ്റീസിൽ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയാണ് ഈ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ ജനറ്റിക് അനാലിസിസ് അത്ര ഇൻഫ്ലുവൻസ് വരുന്നത്. കാരണം ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, യാതൊരു സംശയമില്ല.
അവിടെ ഒരു ഫ്യൂച്ചറിൽ താങ്കൾക്ക് ഇത്തരത്തിലുള്ള ഡിസീസസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അതിനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ എന്താണ് മടിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തന്നെ ഭയപ്പെടുന്ന രീതിയിലാണ് ചില ആൾക്കാർ ഇപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത്. ഈ വെറുതെ കാഷ്വൽ ടോക്കിനകത്ത് എനിക്ക് പ്രഷർ മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന്. വേറെ എന്തൊക്കെ പ്രശ്നമാണാവോ താങ്കൾ എക്സ്പെക്ട് ചെയ്തെന്ന് ചോദിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഞാൻ ബോംബെ വെച്ച ഒരാൾ കണ്ടാൽ പറഞ്ഞു, എനിക്ക് പ്രഷർ മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് ഇത്രമാത്രം നോർമലൈസ് ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ അപകടം. ഈ ഹൈ BP എന്ന് പറയുന്നത് അതൊക്കെ, ഡയബറ്റീസ് എന്ന് പറയുന്നത് അതും ഓക്കെ. ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ എന്താ, ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തൊരു അതും ഓക്കെ. ഇതൊക്കെ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. മെയിൻലി പല ആൾക്കാരും മനസ്സിലാക്കാത്തൊരു കാര്യം, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ സാധിക്കും. പക്ഷേ പാരലലി എനിക്ക് തോന്നുന്നത് അവരുടെ ഓവറോൾ എനർജി ലെവൽസ് കുറയുന്നു, പെർഫോമൻസ്, പേഴ്സണൽ പെർഫോമൻസ്, പ്രൊഫഷണൽ പെർഫോമൻസ് കുറയുന്നു, കോഗ്നിറ്റീവ് കേപ്പബിലിറ്റീസ്, ചിന്തിക്കാനുള്ള കഴിവ് കുറയുന്നു, ഡിസിഷൻ മേക്കിംഗ് പവർ കുറയുന്നു. അവരുടെ പ്രൊഫഷനിലും അവരുടെ ജോലിയിലും അവരുടെ ബിസിനസ്സിലും അവരുടെ പേഴ്സണൽ ലൈഫിലും ഒക്കെയുള്ള പെർഫോമൻസിനെ ബാധിക്കുകയല്ലേ ചെയ്യുന്നത്. തീർച്ചയായും. ഇൻഫാക്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെ ഇത്ര നോർമലൈസ് ചെയ്യുന്ന, ഞാൻ ആരെയും ബ്ലെയിം ചെയ്യല്ല എങ്കിൽ പോലും അതൊരു പരിധിവരെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു കുഴപ്പമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇറ്റ് ഈസ് നോട്ട് നോർമൽ. ഇത് പ്രിവെൻറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു തീരുമാനം ഒരു സമൂഹം എടുക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. എസ്പെഷ്യലി ആൾക്കാർ ഇന്ന് ഈ ആൻട്രപ്രന്യൂവേഴ്സ് എത്രമാത്രം ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു അല്ലേ. ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരാൾ, നല്ലൊരു ആർക്കിടെക്ട് എത്ര വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അതൊരു എക്കോണമിക് ക്രൈസിസാണ്. അത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുടെ റിലവൻസ്. ഒരു മലയാളി കൊണ്ടുവന്ന ശാസ്ത്രലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു ശാസ്ത്രമായിരുന്നു എപ്പിജെനറ്റിക്സ്. 5 വർഷം മുമ്പ് അത് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ മണ്ണിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഭാവി നിശ്ചയിക്കാനും അത് മാറ്റിയെഴുതാനും കഴിവുള്ള ഒരു വ്യക്തിത്വമാക്കി മാറ്റുവാൻ ഈ എപ്പിജെനറ്റിക് അനാലിസിസിന് കഴിയും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് സ്വീകാര്യമാകുന്നതാണ്. ഒരു പ്രൊഫഷണൽ ഡോക്ടർ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഏറ്റവും സഹായകമാകുന്നത് ബ്ലഡ് അനാലിസിസിനൊപ്പം ഒരു എപ്പിജെനറ്റിക് അനാലിസിസ് അടുത്തിരിക്കുന്നെങ്കിലാണ്. എപ്പിജെനറ്റിക് അനാലിസിസ് മാത്രമെന്നല്ല പറയുന്നത്. എപ്പിജെനറ്റിക് അനാലിസിസ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു പേഷ്യൻ്റ്, ആ പേഷ്യൻറ്റിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ജാതകം കൂടി ഉണ്ടെങ്കിൽ, ആരോഗ്യത്തിൻ്റെ ജാതകം കൂടി ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. ഞാൻ എപ്പോഴും നോക്കാറുണ്ട്, പല പേഷ്യൻസിനോട് ഞാൻ ചോദിക്കാറുണ്ട്, റെക്കമെൻഡ് ചെയ്യാറുണ്ട്. കാരണം അപ്പോൾ നമ്മുടെ ഡയമെൻഷൻസ് മാറുന്നതായി കാണും. മനോഹരമായ നമ്മുടെ ജീനുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ജീവൻ്റെ ആരോഗ്യത്തിന് വേണ്ടി തുടിക്കുന്ന ആ ജീനുകൾ ഒരിക്കലും അസുഖത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല സാർ. ഒരു ജീനും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നാളെ ക്യാൻസർ വരണമെന്ന് ഒരു ജീവനും ആഗ്രഹിക്കുന്നില്ല. ക്യാൻസർ വന്ന് ലാസ്റ്റ് സ്റ്റേജിൽ പോലും ആ ശരീരം ആഗ്രഹിക്കുന്നത് ജീവനിലേക്ക് തിരിച്ചെത്താനാണ്. ഏതോ ഒരു തമിഴ് പാട്ടി പറഞ്ഞതുപോലെ, എത്ര പട്ടിണി കിടന്നാലും ആ ഉള്ളിലെ മജ്ജയ്ക്കുള്ളിൽ നിന്നും ഊറി വരുന്ന ജീവൻ എൻ്റെ ജീവനോട് വഴിയൊരുക്കുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞ പോലെയാണ് എപ്പിജെനറ്റിക്സ് ഈസ് ഓൾവേസ് നമ്മുടെ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്താൻ എളുപ്പമാർഗമാണ്. ഒരു അസുഖത്തിലേക്ക് വീഴുമ്പോഴും നമ്മുടെ ശരീരം ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു ത്വര അത് കാണിച്ചുകൊണ്ടേയിരിക്കുന്നത് കാണാം. 82 വയസ്സുള്ള ഇന്നലെ വന്ന ഒരു പേഷ്യൻ്റ് ഉണ്ട്. അവർ പറയാണ്, എനിക്ക് കുറച്ചുകൂടെയൊക്കെ മസിൽ വെക്കണമെന്ന്. 82 വയസ്സുള്ള ആ സ്ത്രീക്ക് ആ മനസ്സിൽ തോന്നിയെങ്കിൽ എന്തുകൊണ്ട് 35-40 വയസ്സുള്ള നമ്മൾ ആരോഗ്യത്തിൻ്റെ അതിർവരമ്പുകളിൽ ചെന്ന് നിന്നുകൊണ്ട് ശാസ്ത്രലോകത്തിൻ്റെ ഏറ്റവും നവീനമായ ശാസ്ത്രലോകത്തിൻ്റെ എപ്പിലിമോ ഒന്ന് തൊട്ടു നോക്കിക്കൂടാ? ഉമിനീര് വരുമ്പോൾ ഒന്നുകൂടി ആലോചിക്കുക, എപ്പിജെനറ്റിക് അനാലിസിസ് എനിക്കും ചെയ്തുകൂടെ എന്ന്. ഗുഡ് ബൈ.